വാങ്കുളിക്കണ കേട്ടാ. നിന്റെ കന്ത് ഒസാത്തി പണ്ട് നേരജവേ സുന്നത്തിയാത്തിൻ്റെ തിളപ്പാണ് നിനക്ക്. വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം. ഒസാത്തിയെ വിളിച്ചാൽ മതി. രണ്ട് റക്അത്ത് സുബഹി നമസ്കാരം മൗമുമായി അള്ളാഹുവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. അഊദു ബില്ലാഹി മിൻ ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പശുവിനെ കുത്തിക്കാൻ ഡോക്ടർ ഇപ്പോൾ വരും. ആ ശരി ശരി. ഓ കടയിൽ വാപ്പാണ്, ഞാൻ ഇച്ചിരി ലേറ്റാവും. ഓ ഏയ് എന്നാ പിന്നെ വിളിക്കാം. ഹലോ. ആ ഓമൻ ചേച്ചി. ആ ആ ആ ആ ഞാൻ വന്നേക്കാം. ശരി. ആ ഓമന ചേച്ചിയെ വിളിച്ചത്. ഉമ്മയ്ക്ക് തീരെ വയ്യ. അവരവിടെ അങ്ങ് നിർത്താൻ പറ്റൂല. നിങ്ങൾ വന്നാലും ഇല്ലെങ്കിലും എനിക്ക് പോകണം. വാപ്പ കടയിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. സൂക്കേടാന്ന് പറഞ്ഞ് കണ്ട ഭ്രാന്തി മരയ്ക്കാത്തികളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഓ ഒന്നിൻ്റെ അഹങ്കാരം തന്നെ സഹിക്കാൻ വയ്യാണ്ടിരിക്കുക. അടുത്ത ആഴ്ച നിൻ്റെ കൊച്ചിൻ്റെ മാർക്ക് കല്യാണമല്ലേ, ബന്ധുക്കളൊക്കെ വരുന്നതല്ലേ. പഴയ പോലെ നിൻ്റെ മന്ദബുദ്ധിത്തരമൊന്നും കാണിച്ചേക്കരുത്. നിക്ക് പോണ വഴി മലപ്പുറം ഉപ്പുപ്പാടെ ദർഗയിൽ കയറി തിരിയും കത്തിച്ച് ഫാത്തിക ഓതിയിട്ട് വേണം പോകാൻ. ചെറുക്കൻ്റെ മാർക്കത്തിലൂടെ ഞാൻ നേർന്നതാ. തിരിച്ചു വരുമ്പം പോരെ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب بسم الله الرحمن الرحيم قل هو الله എന്ത് പണിയാ കാണിക്കുന്നത്? ഇങ്ങോട്ട് വാങ്ങിക്കോട്ടെ. വീട്ടിൽ പോവാ. വെള്ളിയാഴ്ച ബാപ്പയുടെ ആണ്ട് നേർച്ചയ്ക്ക് എല്ലാവരും വിളിച്ചോ? ആട് ബിരിയാണി മതി. ഷാനു എവിടെ?
2 ദിവസമായിട്ട് ഇങ്ങനെയാണ്. എപ്പോഴും ആണ്ട്, ഷാനു, ബിരിയാണി, ഫാത്തിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അടുത്ത വെള്ളിയാഴ്ച ബാപ്പയുടെ ആണ്ട. എല്ലാവരും വിളിച്ച് നടത്താമെന്ന് ഷാനു പറഞ്ഞു. എന്നാൽ ഈ ചെറുക്കൻ എന്ത് പണിയാണ് കാണിച്ചത്? വയ്യാത്ത ഉമ്മനെ ഒറ്റയ്ക്കാക്കിയിട്ട്. പിന്നെ അകത്തേക്ക് പോകാം. അവൻ പോയിട്ട് കുറെ കാലം ആയില്ലേ? നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ. എനിക്ക് ഉമ്മാനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ പറ്റില്ല. അങ്ങോട്ട് കൊണ്ടല്ലണ്ടാന്ന് നിങ്ങളുടെ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ചെറുമോൻ്റെ കാര്യമുണ്ട്, പിന്നെ നോക്കാതിരിക്കാനും പറ്റില്ല. ഷാനു നിന്നെങ്ങാനും വിളിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ആ പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ബാപ്പ മരിച്ചതിൻ്റെ പൈസ കിട്ടാനേ എന്തോ ഒപ്പിട്ട് കൊടുക്കണമെന്ന് മെമ്പർ വന്ന് പറഞ്ഞേച്ചും പോയായിരുന്നു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, വൈകിട്ട് വരാം. ശരി. ബാപ്പ കടയിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. പിടിക്ക. അടുത്ത ആണ്ടിനെ മഹല്ല് മുഴുവൻ വിളിച്ച് വീട്ടിൽ തന്നെ റാത്തി നടത്തി എല്ലാവർക്കും ബിരിയാണി കൊടുക്കണം. ശരി ഉമ്മ, അടുത്ത ആണ്ട് 2 വിളിക്കാം. المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അടുത്തോണ ഈ ചെറുകടിയിലൊന്നും തീരില്ല കേട്ടോ. ചെയ്തെല്ലാം ഹെയറാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കണം. എന്താ പാപ്പ എന്ന് പിടിക്കും. ഷാനുവിന് തീവ്രവാദികളായിട്ട് ബന്ധമുണ്ടെന്ന് വാർത്ത വന്നേക്കും. ഇതിലാരാ നസീർ? ഞാനാ സാർ. കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. വാ, ഇയാളെ വണ്ടി കയറ്റി.